കവിത കൊണ്ടും ജീവിതം കൊണ്ടും ഒരു നാടിനെ ഉത്തേജിപ്പിച്ച് പുരോഗമന സാമൂഹിക പ്രസ്ഥാനങ്ങൾക്ക് മുളപൊട്ടി പടർന്നു പന്തലിക്കുവാൻ, അതിലൂടെ ജീർണിച്ചു പോയ സാമൂഹ്യ കാലാവസ്ഥയെ തച്ചുടച്ച് മാറ്റത്തിൻ്റെ പുത്തൻ കൊടുങ്കാറ്റൂതി പെരുപ്പിക്കുവാനും വേണ്ടി ആശാൻ എന്ന കർമ്മയോഗി അക്ഷീണം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന അനാചാരങ്ങൾ ഉച്ചാടനം ചെയ്യപ്പെട്ട മതനിരപേക്ഷ കേരള തീരം ഒരുങ്ങുന്നത്. വിപ്ലവം വാക്കുകളിൽ മാത്രം ഒതുക്കിയ കവിയായിരുന്നില്ല കുമാരനാശാൻ. ശ്രീനാരായണ ഗുരു എന്ന സൂര്യനിൽ നിന്നും ഇടനിലക്കാരനില്ലാതെ നേരിട്ട് പകർന്നെടുത്ത ദീപശിഖയായിരുന്നു ആ പ്രതിഭ. ഒരേ സമയം കവിയും തത്വജ്ഞാനിയും സന്യാസിയും വിപ്ലവകാരിയുമാകാൻ ആശാന് ഉൾപ്രേരണയായത് പച്ചയായ ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ ദുരന്ത മുഖങ്ങളെ നേരിട്ട് അനുഭവിക്കേണ്ടി വന്ന ഒരു താപസൻ ആശാന്റെ അന്തരാത്മാവിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നമുക്ക് ചുറ്റിലും നടമാടിയിരുന്ന അനീതികൾക്കെതിരെ ആശാനിലെ പോരാളി ചാട്ടവാർ ചുഴറ്റിക്കൊണ്ട് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ഗർജിച്ച് ഹാ സുഖങ്ങൾ വെറും ജാലം എന്ന തത്വചിന്ത അവതരിപ്പിക്കുവാൻ ആശാനല്ലാതെ മറ്റാർക്കും അന്ന് ധൈര്യമില്ലായിരുന്നു. ആശാനോളം ലോകപരിചയമുണ്ടായിരുന്ന കവികൾ അക്കാലത്ത് വേറെ ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പൽപൂരിനൊപ്പം ബാംഗ്ലൂരിലും ടാഗോറിനൊപ്പം ശാന്തിനികേതനിലുമൊക്കെയുള്ള ജീവിതം കൊണ്ട് അനുഭവസിദ്ധി ലഭിച്ച ഒരു കവിയെ കൂടാതെ നിസ്വാർത്ഥനായ ഒരു പോരാളിയായി തിളങ്ങുവാനായി. ആ കാലഘട്ടത്തിൽ പല സാമൂഹ്യ പരിഷ്കർത്താക്കളും സ്വസമുദായത്തെ മാത്രം ഉദ്ധരിക്കുവാൻ ശ്രമിച്ചപ്പോൾ ആശാൻ മാതൃരാജ്യത്തെ ആകെ അന്ധതമസിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവരുവാനാണ് ശ്രമിച്ചത്. ഗുരുദേവന്റെ നേരത്തുള്ള ശ്രദ്ധ ലഭിച്ച ആശാൻ കാൽപ്പനികമായ തൻ്റെ രചനാപാഠവും സിദ്ധി വൈശിഷ്ട്യവും കവിതയിൽ സന്നിവേശിപ്പിച്ചാണ് രചന നടത്തിയത്. അതിനൊപ്പം സംഘടനാ പാഠവും അനാചാര നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും സമ്മേളിച്ചപ്പോഴാണ് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് തഴച്ചു വളരാൻ പാകമായ മണ്ണായി കേരളം മാറുന്നതും ഇന്ന് കാണുന്ന നവോത്ഥാന കേരളം രൂപപ്പെടുന്നത്. ഇവരൊക്കെ നമ്മുടെ നാട്ടിൽ ജനിക്കാതിരുന്നെങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ സ്വാഹ തന്നെ ആകുമായിരുന്നു അല്ലേ? തീർച്ചയായും. സ്വാമി വിവേകാനന്ദൻ പ്രാന്താലയം എന്ന മുദ്രകുത്തിയ കേരളം ഇന്ന് വിദ്യാസമ്പന്നമായ അനാചാരവിമുക്തമായ സ്ഥിതി സമത്വമുള്ള നാടായെങ്കിൽ അതിന് കാരണക്കാരായത് ഇവരെ പോലുള്ള നവോത്ഥാന നായകന്മാർ മാത്രമാണ്. ആദിമ